അപ്പോൾ ചട്ടിയും വാരി വെച്ചിട്ട് എന്താ പരിപാടിയൊന്നുമില്ല. അപ്പോൾ എല്ലാത്തിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കത്തിരിക്ക, ബ്രിഞ്ചൽ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടൈപ്പാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഒരു നാളും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം മൊത്തം മുറിച്ച് കളയരുത്. അതിൻ്റെ കാലൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് വെച്ചേക്കണം. അതിൻ്റെ തൊലിയൊക്കെ മാറ്റി കളഞ്ഞതിന് ശേഷം അതിനെ പൂ പോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മുറിഞ്ഞു പോകരുത്. അതിൻ്റെ കാലിൽ നിന്നും അല്ലെങ്കിൽ മൂട്ടിൽ നിന്നൊന്നും മുറിഞ്ഞു പോകാൻ ഇടയല്ല. അങ്ങനെ എല്ലാം കൂടെ കത്തിയെല്ലാം കൂടെ വാരി എടുത്തിട്ട് നമ്മുടെ എല്ലാം എന്താ മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി ഉപ്പ് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടെ ഇച്ചിരി എണ്ണയും കൂടെ, അത് കാണിക്കാൻ മറന്നുപോയി, ഇഞ്ചിയും കൂടെ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് വെൽ അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ആ ചട്ടിയിൽ തന്നെ എന്ത് ചെയ്യണം, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടുക. വഴണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അതേ മാറ്റി വെച്ചിരിക്കുന്ന ഈ ബ്രിഞ്ചിലെല്ലാം കൂടെ അതിനകത്തോട്ട് വാരിയിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയി വരും. ആയി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം, ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഏത് വേണം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പൊക്കെ നോക്കണം. അപ്പോൾ അത് ഇങ്ങനെ നോക്കിയതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ മുളക് പൊടി, പിന്നെ നമ്മൾ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കണം ഗരം മസാല അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ മസാല. പിന്നെ ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ചെടുക്കുമ്പോൾ നമ്മളെ കിടുക്കാച്ച് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ചോറിനൊപ്പം, ചപ്പാത്തിക്കൊപ്പം, പൂരിക്കൊപ്പം എന്തിന് വേണം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോടെയോ അല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം ഇനി അത്താഴത്തിനോടോ ഏതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. കിടുക്കാച്ച ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് മാത്രമല്ല, ഫൈബർ, വിറ്റാമിനുകൾ, ധാതുക്കൾ സമ്പന്നമായ കത്തിരിക്ക കൊണ്ടൊരു നല്ല കിടിലൻ കറി നമുക്ക് ഉണ്ടാക്കി കഴിച്ചുകൂടെ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം.